ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ശങ്കറിന്റെ സംവിധാനത്തിൽ കമലഹാസൻ നായകനെത്തുന്ന ഇന്ത്യൻ 2 ഈ വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുകയാണല്ലോ. സിനിമയുടെ കേരള ബുക്കിംഗ് അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ഈ വരുന്ന ബുധനാഴ്ച ജൂലൈ 10 തീയതി വൈകിട്ട് 7 മണിയോടെ ആയിരിക്കും സിനിമയുടെ കേരള ബുക്കിംഗ് ആരംഭിക്കുക. ഇനിയും കേരളത്തിൽ കൂടുതൽ പ്രേക്ഷകരിലേക്ക് സിനിമ എത്തപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു. ബുക്കിംഗിന് ശേഷമുള്ള പ്രീസെയിൽ കളക്ഷനായിട്ടും സിനിമയുടെ ഹൈപ്പ് എത്രത്തോളം കേരളത്തിലുണ്ട് എന്നറിയാനായിട്ടാണ് നാം കാത്തിരിക്കുന്നത്. ലാലേട്ടന്റെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാനായിട്ട് ഒരുങ്ങുന്ന സിനിമയാണല്ലോ ദേവദൂതൻ. വിദ്യാസാഗർ സംഗീതം നൽകി സിബി മലയിൽ സംവിധാനം ചെയ്ത് ലാലേട്ടൻ നായകനെത്തുന്ന ചിത്രത്തിന്റെ ട്രെയിലർ നാളെ ജൂലൈ 9 തീയതി വൈകിട്ട് 6 മണിക്ക് പുറത്തു വരുന്നതാണ്. ഗുരുവായൂർ അമ്പല നടയിൽ എന്ന സിനിമയ്ക്ക് ശേഷം വിപിൻ ദാസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയിലെ ഫഹദ് ഫാസൽ നായകനെത്തുന്നു. ചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഉടനെ ഉണ്ടാകും. ഫഹദിനോടൊപ്പം സിനിമയിൽ SJ സൂര്യ കൂടി പ്രധാന റോളിലെത്തുന്നു എന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. എക്സ്ട്രാ ഡീസന്റ് എന്ന ലിസ്റ്റിനും സുരാജും ചേർന്ന് നിർമ്മിച്ച സുരാജ് വെനാറമോട് നായകനെത്തുന്ന സിനിമയുടെ ചിത്രീകരണം ഇന്ന് പാക്കപ്പ് ആയിരിക്കുകയാണ്. ഒരു ഫാമിലി കോമഡി എന്റർടൈനർ സിനിമയായിട്ട് വരാനിരിക്കുന്ന ED ഈ വർഷം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തുന്നതാണ്. രായൻ ധനുഷ് സംവിധാനം ചെയ്ത് നായകനെത്തുന്ന ഈ ജൂലൈ 26 തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയാണല്ലോ. ഇപ്പോഴത്തെ സിനിമ സെൻസർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ചിത്രത്തിന് A സർട്ടിഫിക്കറ്റ് ലഭ്യമായിരിക്കുകയാണ്. ഈ തമിഴ് സിനിമയ്ക്ക് 2 മണിക്കൂർ 20 മിനിറ്റാണ് ഡ്യൂറേഷൻ. ഇനി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന വമ്പൻ തമിഴ് സിനിമകളിൽ ഒന്നാണല്ലോ തളപതി വിജയ് നായകനെത്തുന്ന ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. സെപ്റ്റംബർ 5 തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമ ലിയോയ്ക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന അടുത്ത വമ്പൻ വിജയ് ചിത്രം കൂടിയാണല്ലോ. ഇപ്പോഴത്തെ കേരളത്തിൽ വമ്പൻ റിലീസിനൊരുങ്ങുന്ന ഗോകുലം മൂവീസ് കേരളത്തിലേക്ക് എത്തിക്കുന്ന സിനിമയുടെ കേരള ഫാൻ ഷോ ചാർട്ടിങ്ങിനും ഒപ്പം തന്നെ ബുക്കിങ്ങിനും തുടക്കം കുറിച്ചിരിക്കുകയാണ്. കാത്തിരിക്കൂ ദി ഗോട്ടിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടാം. മമ്മൂട്ടിയുടെ 1 വർഷത്തിന് മുന്നേ തന്നെ ചിത്രീകരണം ആരംഭിച്ച് പല ഘട്ടങ്ങളിലായിട്ട് ചിത്രീകരണം നടന്ന ഇനിയും ഇക്കഴിഞ്ഞ 1 വർഷ വേളയിൽ റിലീസ് ചെയ്യാനാവാതെ പോയ സിനിമയാണല്ലോ ബസൂക്ക. സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ ഇനിയും 3 ദിവസത്തെ പാച്ച് ഷൂട്ടിംഗ് വർക്കുകൾ ബാക്കിയുണ്ട് എന്നാണ് റിപ്പോർട്ട്. സിനിമ ഈ വർഷം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തും. റിലീസ് തീയതി പ്രഖ്യാപനം ബാക്കി ഷൂട്ടിന് ശേഷം ഉണ്ടാകും. അങ്ങനെ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ലാലേട്ടൻ സത്യനന്ദിക്കാട് കോംബോ ഒരുമിക്കുകയാണല്ലോ. മലയാളത്തിന്റെ ലാലേട്ടനെ നായകനാക്കി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇപ്പോഴത്തെ സത്യനന്ദിക്കാടിന്റെ മക്കളായ അനൂപ് സത്യനും അഖിൽ സത്യനും പുറത്തുവിട്ടിരിക്കുകയാണ്. ആശീർവാദ് സിനിമാസ് ആണ് ലാലേട്ടനും സത്യനന്ദിക്കാടും ഒരുമിക്കുന്ന സിനിമ നിർമ്മിക്കുന്നത് എന്നും ചിത്രം ഒരു സൂപ്പർ ഫൺ എന്റർടൈനർ സിനിമയാണ് എന്നൊരു റിപ്പോർട്ടെല്ലാം തന്നെയാണ് ഇതിനോടകം തന്നെ സത്യനന്ദിക്കാടിന്റെ മക്കൾ നൽകിയിരിക്കുന്നത്. സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഉടനെ ഉണ്ടാകും. ഈ വർഷം തന്നെ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുന്നതാണ്. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള സിനിമാ വാർത്തകൾ കേട്ട്.